നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. നമ്മൾ ഓട്ടോ ടാക്സി മേഖലയിൽ കുറച്ച് ഓട്ടോറിക്ഷക്കാർ വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നത്. നിയമപരമായിട്ട് നമുക്ക് സ്റ്റാൻഡ് പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ കിടന്ന് ഓടാനുള്ള പെർമിറ്റാണ്. പിന്നെ മൊബൈൽ ഓട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കൈ കാണിച്ചാൽ ഓട്ടം പോവാം. പക്ഷേ റൂട്ടിൽ കിടന്ന് ബസ്സുകാരുടെ പോലെ റൂട്ട് പെർമിറ്റ് കിട്ടിയ ഒരവസ്ഥയാണ് ഇപ്പോൾ സ്റ്റാൻഡ് പെർമിറ്റിന്. ചില ഓട്ടോറിക്ഷക്കാർ സ്റ്റാൻഡ് പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ റൂട്ട് പെർമിറ്റ്, ബസ്സിന് റൂട്ട് പെർമിറ്റാണ്. KSRTC ആയാലും പ്രൈവറ്റ് ബസ് റൂട്ട് പെർമിറ്റാണ് അവർ എടുക്കുന്നത്. ഇത്ര കിലോമീറ്റർ ബസ് സ്റ്റോപ്പുകൾ, ബസ് സ്റ്റാൻഡുകളിൽ എല്ലാം കിടന്ന് ഓടാം. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷക്കാർ ചില ആൾക്കാർ ഇതാണ് അവരുടെ പരിപാടി. അവർക്ക് സ്റ്റാൻഡ് പെർമിറ്റ് പോരാ, അവർക്ക് റൂട്ട് പെർമിറ്റ് വേണം. അതായത് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റാൻഡിൽ എടുത്തില്ല, ഇങ്ങനെ ഓടും. ഉള്ള ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ചെറിയ ചെറിയ സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ എടുത്ത് 10, 20, 30 പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം. എന്നാൽ ഈ എടുക്കുന്ന മേഖലയിലൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉണ്ട്. അവിടെ ഒരു 10, 15 വണ്ടി രാവിലെ എഴുന്നേറ്റ് വണ്ടിയും കഴുകി കുളിച്ച് വൃത്തിയായി വണ്ടിയും എല്ലാം കഴുകി റെഡിയാക്കി അവനും ഓടാൻ വന്ന് സ്റ്റാൻഡിൽ കിടക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന യാത്രക്കാരോ ഒക്കെയാണ് അവൻ്റെ പ്രതീക്ഷ. ഓരോ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന യാത്രക്കാരെയല്ലേ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ രാവിലെ വണ്ടി അവിടെ കൊണ്ടിട്ട് 9 മണിക്ക് കൊണ്ടിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഓരോ ഡ്രൈവർക്കും ഒരു 10,500 വെച്ച് ശമ്പളം കൊടുക്കാനുള്ള വ്യവസ്ഥയൊന്നും അവിടെ ആ നാട്ടിലില്ല. ആ നാട്ടിലെങ്ങുമില്ല. അവനവനെ ഓടി അവനവനുണ്ട്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡുകളിൽ നിൽക്കുന്ന ആൾക്കാരെയും ഈ ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറിക്ഷക്കാരെ എടുത്തിട്ട് പോവുകയാണ്. പിന്നെ ഈ ഓട്ടോറിക്ഷക്കാരെ ആര് വിളിക്കും? ആ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷക്കാരെ ആര് വിളിക്കും? ഓൾറെഡി ബസ്സുള്ള റൂട്ടായിരിക്കും. KSRTC കാണും, പ്രൈവറ്റ് ബസ്സും കാണും. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 50 ഓട്ടോറിക്ഷ ഉള്ളിടത്ത് ഒരു 5 ഓട്ടോറിക്ഷക്കാരായിരിക്കും ഈ ട്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ 45 ഓട്ടോക്കാരന് ഓടണ്ട, ഞങ്ങൾ 5 ഓട്ടോക്കാർ മാത്രം ഓടിയാൽ മതി എന്ന ചിന്താഗതിയാണ് ആൾക്കാർക്ക്. അതേപോലെ ബസ്സുകാരന് ഓടണ്ട, ബസ്സുകാരന് നഷ്ടത്തിൽ ഓടട്ടെ. അവൻ ഡീസൽ അടിച്ച് രാവിലെ ഇറങ്ങുന്നു, അതിനകത്ത് ഡ്രൈവർ, കണ്ടക്ടർ, കിളി എല്ലാം ഉണ്ട്. ആ വണ്ടിയുടെ ഓണറുണ്ട്, പ്രൈവറ്റ് ബസ് തന്നെ. ഇതെല്ലാം ജീവിക്കുന്ന ആ ബസ്സിനകത്ത് വലിയ ലാഭം കിട്ടിയായിരിക്കും. അപ്പോൾ അവൻ ജീവിക്കണ്ട. ഈ ഉള്ള സ്റ്റോപ്പിൽ നിന്നെല്ലാം ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ ആളെ എടുക്കാൻ ആ റൂട്ട് പെർമിറ്റ് പോലെ ഓടിക്കൊണ്ട് ഓട്ടം പോയിട്ട് റിട്ടേൺ വരുമല്ല. നമ്മൾ ശരിയാണ്, ഒരു ഓട്ടം പോയിട്ട് റിട്ടേൺ വരുമ്പോൾ കൈ കാണിച്ച് 10, 20 രൂപ നമുക്ക് കിട്ടുന്നില്ല, മേടിച്ച് കൊണ്ടുവന്ന് ടൗണിൽ കൊണ്ടിറക്കിയാൽ കുഴപ്പമില്ല, അത് ഓക്കെയാണ്. പക്ഷേ ഈ ബസ്സുകാരെ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്ന് ഓടുക. ഉള്ള സ്റ്റോപ്പിലും ബസ് സ്റ്റോപ്പിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും നിൽക്കുന്ന യാത്രക്കാരെ 10, 20, 30 മേടിച്ച് ഒരാളെ തലയ്ക്ക് 10, 20, 30. 1 കിലോമീറ്റർ ആകുമ്പോൾ 10, 2 കിലോമീറ്റർ 20, ഒരു തലയ്ക്ക് മേടിക്കുന്നത്. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ കണക്ക് കൂട്ടിക്കും. ഒരു 3 കിലോമീറ്റർ ഓടുമ്പോൾ ഉള്ള എത്ര കിട്ടുമെന്ന്. അതാണ് അത്. ഈ ട്രിപ്പ് അടിക്കുന്നവൻ ഇതൊന്നും നമ്മൾ പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ വളം വെച്ച് കൊടുക്കുന്ന നമ്മൾ തന്നെയാണ്. നിയമപരമായിട്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുക. ശക്തമായി പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിൽക്കും. ഈ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇങ്ങനെയൊക്കെ ചെയ്ത് കുറേ അഹങ്കാരികളായിട്ടുള്ളവർ, കുറേ ധാർഷ്ട്യം കാണിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ വന്ന് ഈ പ്രസ്ഥാനം നശിപ്പിക്കും. ഇതും കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇപ്പോഴും. നേരത്തെ അവർക്കൊക്കെ ഇനിയും വേറൊരു ഫീൽഡിലോട്ട് എടുത്ത് ചാടാൻ പറ്റത്തില്ല. കാരണം വയസ്സ് 10, 50 ഒക്കെ ആയി. ഈ വയസ്സാം കാലത്ത് ഇനിയും ഈ ഫീൽഡ് വിട്ട് നശിച്ചു. ഈ ഫീൽഡ് ഇനി വേറൊരു ഫീൽഡിൽ പോയി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ആരോഗ്യം സമ്മതിക്കുമോ? വല്ല മേശി പണിക്കോ മൈക്കാട് പണിക്കോ കളയ്ക്കാനോ പോകാൻ പറ്റുമോ? വയസ്സായി. അപ്പോൾ അവരെയും കൂടെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെയുള്ള പുതിയ കുറച്ച് ഡ്രൈവർമാരാണ്. അവർക്കൊക്കെ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നവനൊക്കെ ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ ഒരുപാടുള്ളവനാണ്. ബാങ്ക് ബാലൻസും പെൻഷനും റബ്ബർ വെട്ടാനും അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയ്ക്കോ മക്കൾക്ക് ജോലിയോ ഗൾഫിലുള്ളവരൊക്കെ ആയിരിക്കാം. ഇവനൊക്കെ ഈ ട്രിപ്പ് അടിക്കുന്നത് ഇവരുടെ കുടുംബം പോറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സുണ്ടോ? അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക. ഇതിനൊക്കെ പ്രതികരിക്കണം നമ്മൾ തന്നെയാണ്. ഞാൻ പ്രതികരിക്കുമ്പോൾ അത് വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പറഞ്ഞ് എന്താണെന്ന് ആരും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. കാരണം എല്ലായിടത്തും ഈ പ്രശ്നമാണ്. ട്രിപ്പ് അടിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഏരിയ ഒത്തിരി അടുത്ത് ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ശക്തമായ രീതിയിലുള്ള ഞങ്ങൾ പ്രതികരിച്ചു. അതിൻ്റെയൊക്കെ ഫലവും ഉണ്ടായിട്ടുണ്ട്. എന്നാലും വീണ്ടും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വന്നു. അതായത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള മേഖലയിൽ നിൽക്കുന്ന ഒരു കാരണവശാലും ഒരു ഓട്ടോറിക്ഷയും റിട്ടേൺ വരുമ്പോൾ ആളെ എടുക്കാൻ പാടില്ല കൈ കാണിച്ചാൽ എന്നൊരു വ്യവസ്ഥയൊക്കെ വന്നിട്ടാണ് ലാസ്റ്റ് അത് കോംപ്രമൈസ് ഒതുങ്ങി നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. ഞങ്ങളുടെ സ്റ്റാൻഡിൽ വന്ന് കുറേ ഓട്ടോറിക്ഷകൾ, ഇവിടെ ഞങ്ങളുടെ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷകളല്ല, ഒരു 5, 6 കിലോമീറ്റർ അപ്പുറമുള്ള ഓട്ടോറിക്ഷകൾ വന്ന് ഇവിടുന്ന് ആളെ എടുത്തുകൊണ്ട് പോകും. ഞങ്ങളുടെ ഇവിടെയുള്ള കുറച്ച് അമ്മമാർ അവിടെയും പോയി ആളെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുവാണ്. അപ്പോൾ സ്റ്റാൻഡിൽ ഓട്ടമില്ല. ലാസ്റ്റ് ഇത് വലിയ പ്രശ്നമായി. RDAയും പോലീസും പഞ്ചായത്തും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളായി. ലാസ്റ്റ് ഇങ്ങനെയാണ് ഞങ്ങൾ കോംപ്രമൈസ് വന്നത്. അതായത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള മേഖലയിൽ നിന്നും
ഈ ഒരു ഓട്ടം പോയിട്ട് റിട്ടേൺ വരുമ്പോൾ കൈ കാണിച്ച് ആളെ എടുക്കാൻ പാടില്ല. നിയമപരമായിട്ട് ശരിയാണ്. ഓട്ടോറിക്ഷകൾ കാണിക്ക് വരുമ്പോൾ ഒരു യാത്രക്കാരൻ കൈ കാണിച്ചാൽ കയറ്റാം. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നമുക്ക് റിട്ടേൺ വരുമ്പോൾ 10 രൂപ അധികം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്, നമ്മുടെ കുടുംബത്തിന് പ്രയോജനം ഉണ്ടാവും. അതൊക്കെ ശരിയാണ്. പക്ഷേ സംഭവിക്കുന്നത് അതല്ല. ഓട്ടം പോയിട്ട് റിട്ടേൺ വരുമല്ലത്. ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഓടുന്ന വണ്ടികളാണത്. പക്ഷേ ഇത് ഓട്ടം പോയിട്ട് റിട്ടേൺ വരുമ്പോൾ റിട്ടേൺ കിട്ടുന്നതൊക്കെ നമുക്ക് പ്രയോജനമായിരുന്നു. പക്ഷേ ഇങ്ങനെ കുറേ ആൾക്കാർ ട്രിപ്പ് വഴിയായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് വലിയ പ്രശ്നത്തിലേക്ക് കടന്നത്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ എടുക്കാൻ പറ്റത്തിനെതിരെ വ്യവസ്ഥയായി. നിയമപരമായിട്ടല്ല, അങ്ങ് ഒരു പറഞ്ഞു തീർത്തു. എല്ലാ സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരെയും വിളിപ്പിച്ച് സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ച് തീർത്തു. കാരണം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളുള്ള മേഖലയിൽ റിട്ടേൺ എടുക്കരുത്. അങ്ങനെ ആയപ്പോൾ എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും ഓട്ടം കിട്ടി. അവിടെയുള്ള ഓട്ടോറിക്ഷക്കാർക്കും ഓട്ടം കിട്ടി, ഞങ്ങളുടെ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷക്കാർക്കും ഓട്ടം കിട്ടി. എല്ലാവർക്കും വരുമാനം കിട്ടി, എല്ലാവർക്കും പൈസ കിട്ടി, എല്ലാവരുടെയും കുടുംബം സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു. അല്ലാതെ ഈ 5 പേര് മാത്രം, ഓട്ടോറിക്ഷക്കാർ മാത്രം ട്രിപ്പ് അടിച്ച് ജീവിച്ചാൽ മതിയോ? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് പ്രതികരിക്കുക.